ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ് കുറേ കാലത്തിന് ശേഷം ഞാൻ വന്നിട്ടിരിക്കുകയാണ്. എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചാൽ പിന്നെ എൻ്റെ കോലം നോക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് പല്ല് തേച്ചിട്ടേ ഉള്ളൂ. ഭയങ്കര വെള്ളമൊക്കെ ആയത് ഞാൻ ഒന്ന് സെറ്റാവാം. ഇത് എന്താ ഒരു എന്ത് വീഡിയോ പറയാനറിയില്ല. ഡേ മൈ ലൈഫ് തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പം വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഒന്ന് ഒമാനിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു അത് ഇട്ടിട്ട് നാട്ടിലത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നപ്പം അങ്ങ് പോകണം ഇങ്ങ് പോകണം, കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ഫസ്റ്റ് വർക്കിലായിരുന്നു വന്നത്. അവിടുന്ന് ഇവിടത്തേക്ക് വന്നു. ഇവിടുന്ന് കുറേ സ്ഥലങ്ങളിലേക്ക് പോയി. ഞാൻ ഫസ്റ്റ് തുടക്കം ഇങ്ങനെ എടുത്ത് വെക്കും വീഡിയോ, പിന്നെ അതിൻ്റെ ആ ഒരു എൻഗേജും കാര്യങ്ങളായിട്ട് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് വീഡിയോസ് എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇടണം ഉണ്ട്, പക്ഷേ എനിക്കതത്ര ഇതായില്ല. ഞാൻ പിക്ചേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. ഞങ്ങളിവിടെ വന്നപ്പം മെയിനായിട്ട് 2-3 അമ്പലങ്ങളുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ ഞാൻ മെയിനായിട്ട് പോണത് പറശ്ശിനിക്കടവും മൃദംഗശൈലേശ്വരി അമ്പലത്തിൽ രണ്ടും എനിക്ക് ഭയങ്കര ഇപ്പോൾ പറയാഞ്ഞിട്ട് ഇവിടെയും പെർലശ്ശേരിയും പോകാറുണ്ട്. മൃദംഗശൈലേശ്വരി പോകുമ്പം അങ്ങനെ അങ്ങ് പെർലശ്ശേരിയിലും പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി പിന്നെ കുറച്ച് ദിവസം ഇവിടെ തന്നെ വീട്ടിൽ തന്നെ നിന്ന് അമ്മയുടെ ഫുഡ് എല്ലാം അടിച്ച് ഞങ്ങളിവിടെ ചില്ലടിച്ചു. പിന്നെ ഏരെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വർക്കലേക്ക് പോയി. അവിടുന്നും ഇങ്ങനെ കുറേ ഉത്സവവും കാര്യങ്ങളും പോരാണ്ട് ഇവിടെ തെയ്യത്തിനും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സീസൺ ആയതുകൊണ്ട് അവിടെയും ഉത്സവവും കാര്യങ്ങളും അതിനൊക്കെ പോയി. അമ്മേനെയും കൂട്ടിയിട്ട് അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതും ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടത്തേക്ക് വരുന്നതും തന്നെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ടയേർഡും കാര്യങ്ങളും അതൊന്ന് വേറെ. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ മുംബൈയിൽ പോയി. അതിൻ്റെ വീഡിയോസ് ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. പിന്നെ പോരാഞ്ച് കൊച്ചിയിൽ പോയി ഞങ്ങൾ. അതിൻ്റെ വീഡിയോസും ഞാനായിട്ട് എടുത്തിട്ടില്ല. ഞാനിങ്ങനെ സ്റ്റാർട്ടിങ്ങോ മറ്റേ എടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ എവിടെ പോവുകയാണെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് നോക്കും. നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കും. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് വേറെ എന്തൊക്കെയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരം അച്ഛനും അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നല്ല അവർ വരുന്നുണ്ട് മാത്രമല്ല, എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എനിക്ക് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം, രാവിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം. അച്ഛൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛന് മാത്രമേ ദോശ ചുട്ടുള്ളൂ. ഇനിയിപ്പം ചൂടങ്ങനെയുണ്ട് ഗൈസ്, ഭയങ്കര വയറുവാണ് എനിക്ക്. കുളിച്ചിറങ്ങിയാൽ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ, അങ്ങനെ ചൂടാണ്. പിന്നെ വേറെന്താ അങ്ങനെ വേറെന്താ പറയാനുള്ളത്, ഒന്നുമില്ലല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഫേസിൽ എന്തെങ്കിലും ഇടാം. എനിക്ക് ഭയങ്കര പിമ്പിൾസ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫുഡിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ പിമ്പിൾസ് വരുന്നത്. എനിക്ക് മുട്ട ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് കഴിച്ചാൽ പിമ്പിൾസ് വരും. അതുകൊണ്ട് ഞാൻ ഈ ഉള്ള ടൈം പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇന്നത് വേണ്ട. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ എല്ലാവരും വാങ്ങിക്കുമ്പോൾ ഞാനും അങ്ങനെ വാങ്ങിക്കും. അങ്ങനെ അതുമാത്രമല്ല, ഫ്രൈഡ് റൈസ് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ മുട്ടയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഇതുണ്ടാവില്ല. എനിക്കത് ടേസ്റ്റ് ചെയ്യണം, എനിക്കത് കഴിക്കണം. അപ്പം അങ്ങനെയൊക്കെ കൂടിയതാണ് ഈ പിമ്പിൾസ്. പോരാഞ്ഞിട്ട് പൊരിച്ചതും കരിച്ചതും ഒക്കെ കഴിച്ചുകൊണ്ടാണ്. വേറെ ഓയിൽ ഫുഡും എനിക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. നാട്ടിലോട്ടേക്ക് വന്ന് കുറച്ച് നാൾ ഞാനത് കൺട്രോൾ ചെയ്തപ്പോൾ ഷുഗർ കട്ടും ചെയ്തു, ഓയിൽ ഫുഡും കൺട്രോൾ ചെയ്തു, മുട്ടയും കഴിക്കാൻ നിന്നപ്പോൾ നല്ല ക്ലിയറായി വരുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ പോയി വർക്കിൽ പോയി അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ നിന്ന് അവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് വരാൻ പറ്റിയില്ല. അച്ഛന് മൂകാംബികയിൽ പോയിട്ടുണ്ടായിരുന്നു. 21-ന് അവിടെ രഥോത്സവമാണ് ആയിരുന്നല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും അമ്മയും അവിടെ വർക്കലയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. വർക്കല ക്ലിഫ്, ബീച്ച്, പിന്നെ ബ്ലാക്ക് ബീച്ച്, അങ്ങനെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ, പിന്നെ പൊരാഞ്ച് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ദർശനം ചെയ്യാൻ പറ്റി. നല്ല കൈയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു 3 ജനലാണ് അവിടെ. ആ ജനലിലൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റി. അതേപോലെ വേറെ എവിടെയാണ്, വേറെ ഒരു ആഴിമല. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആഴിമല. ആ ഒരു വിഗ്രഹം, ഐ മീൻ ഒരു ശില്പം അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ജഡായിപ്പാറ, മൺട്രോത്തുരുത്ത് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസും ഇങ്ങനെ പകുതിയാക്കി എടുത്തിട്ടിട്ട് ഇതായിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഒരൊറ്റ കുറവേ ഉണ്ടായിട്ടുള്ളൂ, അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നില്ല. അച്ഛൻ അങ്ങനെയല്ല, മനഃപൂർവ്വം വരാതിരിക്കുന്നതല്ല. അത് ഇവിടെ അച്ഛനായിക്കോട്ടെ, ഇവിടുത്തെ അച്ഛൻ്റെ അച്ഛനായിക്കോട്ടെ, എൻ്റെ അച്ഛനായിക്കോട്ടെ, എന്താണ് മൂകാംബിക അമ്മ അവിടെ ആ ഒരു ക്ഷേത്രം ഭയങ്കര ഇതാണ്. അപ്പോൾ അവിടെ എത്രയോ എല്ലാ കൊല്ലവും അധിക കൊല്ലവും പോയിട്ട് കാണുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ പോകുന്ന ആളെ അങ്ങനെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ അധികം നിർബന്ധിച്ചില്ല, അച്ഛൻ പോയിട്ട് വരട്ടെ വിചാരിച്ചു. പക്ഷേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബേബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാച്ചന് വരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഒരു തിരക്ക് പിടിച്ച ഇതായിരുന്നു, പോകുന്നതിൻ്റെ ടൈം, പിന്നെ അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പം നേരത്തെ കാലത്തെ അങ്ങോട്ടേക്ക് വയവ് പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ ഫസ്റ്റ് വന്ന ആദ്യം തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. എന്തായാലും പറഞ്ഞ് കുറേ ഇപ്പം തന്നെ 4 മിനിറ്റ് കഴിഞ്ഞ്. ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്, അത് സ്ട്രോങ് ആയി പോവും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അടിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ കുറേ നേരം ടി വി കണ്ടു ഗൈസ്. കുറേ നേരം ടി വി കണ്ടു കഴിഞ്ഞു. അപ്പോൾ കാണാൻ ശിവ വരുന്നത്, ശിവനോട് കുറേ സംസാരിച്ചു. ഇനിയിപ്പം ചോറ് അമ്മ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ പരിപ്പ് കറിയുണ്ട്. പോരാഞ്ച് വർക്കലയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കണക്കിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടൊരു ചോറുണ്ടാക്കി വെക്കണം. എനിക്ക് വിശക്കുന്നൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നുന്നതുകൊണ്ട് അത്ര വലിയ വിശപ്പില്ല. ഡയറ്റ് എടുക്കണം, ചോക്ലേറ്റ് ഒന്നും കഴിക്കരുത്, സ്നാക്സ് ഒന്നും കഴിക്കരുത് എന്ന് പറയുമ്പം അച്ഛൻ കാണും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ കഴിക്കാൻ നിൽക്കുന്നത് മോശമല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് ഇത് കഴിച്ച് ഇന്നത്തോടെ നിർത്താമെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. അപ്പം ഞാൻ ചിക്കൻ ആക്കട്ടെ. ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇതെടുത്ത് മേലെ കൊണ്ട് വയ്ക്കണം, തുണിയുണ്ട് നേരെ കൊണ്ട് വയ്ക്കാനുള്ളത്. പിന്നെ അവിടെയും ഇവിടെ കുറച്ച് പാത്രങ്ങളുണ്ട്. പാത്രങ്ങളെന്ന് വെച്ചാൽ ചായ കുടിച്ചാൽ അച്ഛൻ അവിടെ തന്നെ വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്, അത് ഇത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴുകട്ടെ. ഗൈസ് ഞാൻ അടിച്ചു വാരി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു. തിരുമ്പി ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ.
അത് ഞാൻ അറിയിട്ടു. ഇനിയും കുറച്ച് തിരുമ്പാനുണ്ട്, അത് ഞാൻ ചെയ്യണം. പിന്നെ ഇനി എനിക്ക് ചിക്കൻ പൊരിക്കാനുണ്ട്. അപ്പം അത് വേഗം ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ അച്ഛൻ എത്ര മണിക്ക് വരും എന്നറിയത്തില്ല, അതുകൊണ്ട് വേഗം അത് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ചിക്കൻ പൊരിക്കാം. ചിക്കനും കാര്യങ്ങളൊക്കെ പൊരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. അപ്പോഴത്തേനും അച്ഛൻ എത്തുമായിരിക്കും. എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് വിശക്കുമ്പം കഴിക്കാം, അങ്ങനെയാണ് ഞാൻ വിചാരിക്കണേ. നോക്കട്ടെ, തൈരുണ്ടെങ്കിൽ മുഖത്ത് പരട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട്. തൈരുണ്ടോ നോക്കട്ടെ ഫസ്റ്റ്. അപ്പോൾ ഗായ്സ്, എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് പരിപ്പിൻ്റെ കറി ചൂടാക്കണം. അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല, ലേറ്റ് ആവുമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ സ്ഥാപിക്കാം. ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. ചിക്കൻ പൊരിച്ചതും എന്താണ് ചമ്മന്തിപ്പൊടിയും പരിപ്പിൽ ചക്കക്കുരു ഇട്ട് വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കഴിക്കട്ടെ. കൂടെ നമ്മളെ ഗോൾഡൻ സ്പാരോ ആരോ ആ സോങ്ങിലെ ഫിലിം വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പ്രൈമിൽ. അപ്പം ഞാൻ വിചാരിച്ചു അത് കാണാം. ഓക്കെ, അപ്പം അതൊക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേ. വെള്ളം എടുത്തില്ല, വെള്ളം എടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ ഫിലിം കണ്ടു തീർക്കട്ടെ. അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഫുഡ് എടുത്ത് കൊടുക്കണം. പിന്നെ വൈകിട്ടാവും അവരൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഫിലിം കണ്ടു തീർക്കാം. ഗൈസ്, എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിട്ട് നല്ല മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. ചെറിയ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടെടുത്തിട്ട് പാടില്ല. ഞാൻ മിക്കവാറും മുടി വാരിക്കെട്ടും. ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടിരിക്കണേ. അച്ഛൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ 5:45 അവർ മാഹിയിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ തന്നെ. പിന്നെ ഫിലിം ഓക്കെ ഫിലിമാണ്, അടിപൊളിയാണ്, ഒരു വട്ടമൊക്കെ കാണാം അങ്ങനെ. പിന്നെന്താ, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ വിളക്ക് എത്തിക്കണം. ഞാൻ നേരത്തെ കുളിച്ചുകൊണ്ട് ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 5:45 ഒരു 6:15 വിളക്ക് എത്തിക്കണം. വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, അവരൊക്കെ വന്നിട്ടുണ്ട്. വരുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവരൊക്കെ നമ്മുടെ അനിയത്തി വരെ, പിന്നെ അവിടെ ഇരിക്കുന്നത് അച്ഛനൊക്കെയാണ്. പിന്നെ ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുക. കാരണം എൻ്റെ പിള്ളേഴ്സായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, കസിൻസ് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബോറടിയും കാര്യങ്ങളായിട്ട് വെക്കുന്നതായത്. അപ്പോൾ ഫുഡൊക്കെ ഇതൊക്കെയായിരുന്നു. അതിനിടയിൽ വിളിക്കുന്നുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.